ചൈനക്കാര് കണ്ടുപിടിച്ച പടക്കം ഇവിടുത്തെ ചൈനീസ് പടക്കം കേരളത്തിൽ വന്നു പറഞ്ഞുതരാം. ചൈനീസുകാർ കണ്ടുപിടിച്ച പടക്കം അദ്ദേഹം അതേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സവർണ മേധാവികള് സ്വാമി ദയവ് ചെയ്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പറയുമ്പോൾ ഈ പറഞ്ഞൊരു ഡയലോഗ് ബ്രാഹ്മണൻ മാത്രമാണ് പടക്കം പൊട്ടിക്കുന്നത്. നിങ്ങൾ എന്ത് വർത്തമാനാ പറയുന്നത്? ഇതുപോലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു വേദിയിൽ വന്നിരുന്ന് ഇത്തരം വർത്തമാനം പറയരുത്. ജാതി സംസാരിക്കണം. ഇനി ജാതി പറയുന്നില്ല. കാലങ്ങളായിട്ട് 78 മുതൽ ഞാൻ കാണുന്നതാണ് കേരളത്തിലത്തെ സവർണ മേധാവിത്വം. അവരുടെ പൂരാഘോഷത്തിന് പൂരാഘോഷം പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ താഴേക്കിടയിലുള്ള ആളുകളെ കൊണ്ട് പടക്ക ലൈസൻസ് എടുപ്പിക്കുകയും ഒരു കാരണവശാലും സവർണ മേധാവികൾ പടക്ക ലൈസൻസ് എടുക്കാതിരിക്കുകയും ചെയ്തിട്ട് ഈ പടക്കം ഉണ്ടാക്കി ചത്തുപോകുന്ന ടീമുകള് വളരെ താഴേക്കിടയിലുള്ള ജീവികളാണ്. എങ്ങനെയുണ്ട്? ഈ ഇരിക്കുന്ന രാജേഷ് വല്ലാട്ട് ആയിരിക്കണ ഗിരീഷ് കുമാർ ഈ ഇരിക്കുന്ന ക്രിസ്ത്യൻ മേധാവി ഉത്തരാളിക്കാവിലെ ഇവരാരും തന്നെ ഇന്ന് വരെ 350 രൂപയുടെ കാശ് കൊടുത്തിട്ട് ഇന്ന് വരെ പടക്ക ലൈസൻസ് പ്രിയപ്പെട്ട വെങ്കിടാചലം, ഞങ്ങൾക്ക് വെടിക്കെട്ടിനോട് ഒരു പേടിയില്ല. ഞങ്ങൾ സ്നേഹിക്കുന്നു. ഗവൺമെന്റ് പറയുന്ന പോലെ ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധ. മരണത്തെ മുന്നിൽ കണ്ട മനുഷ്യ ഒന്ന് കേട്ടോ. മരണത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആചാരങ്ങൾക്ക് പടക്കം വേണമെന്നാണ് ഇവർ പറഞ്ഞത്. എന്റെ അറിവില് 2016 ശേഷം ഇവര് പറഞ്ഞ് ഈ പടക്കം കൊണ്ട് ഒരുപാട് പേരുടെ ഉപജീവന മാർഗം നടക്കുന്നത്. അതിൽ കൂടുതൽ ഉപജീവന മാർഗം നടക്കുന്നതാണ് ക്ഷേത്രത്തിലെ വെടി എന്ന് പറഞ്ഞൊരു വഴിപാട്. മലനടയിലും എല്ലാ നടയിലും നേർച്ച വെടി. കാരണം കൊല്ലം ജില്ലയില് കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്ഷേത്രം ഉള്ളത്. മുറ്റത്ത് ക്ഷേത്രമാണ്, മുക്കിന് ക്ഷേത്രമാണ്. അത് ഒരു പക്ഷെ താഴ്ന്നു പറയാൻ പറ്റും. എനിക്ക് എന്റെ കണക്കില്ല, പക്ഷേ ക്ഷേത്രങ്ങളൊക്കെ അറിയാം. ഏറ്റവും കൂടുതൽ അവിടെ എല്ലാം ആചാരവെടി ഉണ്ടായിരുന്നത്. അവിടെ ഓരോരുത്തരും ജോലിക്കാരുണ്ട്, 2 പേര് ഉപജീവന മാർഗം നടത്തിക്കൊണ്ടുപോണെ. കുറ്റിക്കകത്ത് ഇത് നിർത്തലാക്കി എല്ലാ ക്ഷേത്രത്തിലും. ആചാരവെടി ഇല്ല, ഓത്രയിലും ഇല്ല. പിന്നെന്തുകൊണ്ട് ഈ കമ്പം നിർത്തിക്കൂടാ? അതാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഒക്കെ നല്ലത് തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഒരു എന്താ പറയാ സമയം, അതുപോലെ തന്നെ ശ്രദ്ധിച്ച് സുരക്ഷിതത്വം, ഇതൊക്കെ ഇതിന് ആവശ്യമാണ്. ഇതെല്ലാം പാലിച്ചാണെങ്കിൽ ഇതിനൊന്നും തടസ്സമില്ല. അപകടമില്ലാത്ത എന്താണുള്ളത്, ഏത് കാര്യമുള്ളത്. അത് ഈ പൂരപ്പറമ്പിലായാലും പള്ളിപ്പെരുന്നാളിന്റെ അവിടെ ആയാലും എല്ലാം ആഘോഷങ്ങളും ആവശ്യത്തിന് വേണം. പിന്നെ കരക്കാർ തമ്മിൽ, അങ്ങാടികൾ തമ്മിൽ ഒക്കെ വഴക്കും ബഹളവും അവർ തീർക്കണ പെരുന്നാളിന്റെ സമയത്താ. അതിന് ഈ പടക്കം ഉണ്ടാക്കണവരോ അല്ലെങ്കിൽ പടക്കത്തിന്റെ ഇവരെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവരാ സമയം വിനിയോഗിക്കാണ്. നമ്മള് മനുഷ്യര് കരിമരുന്ന് കണ്ടുപിടിച്ചത് എന്തിനാണ്? കുറെ ജനങ്ങൾ അവിടെ ഒത്തുകൂടി അവർക്ക് ആനന്ദിക്കാനും സന്തോഷിക്കാനും. പിന്നെ സാറേ, നമ്മളൊരു ഗാനം, നമ്മള് ഒത്തിരി പാവങ്ങളും ഒക്കെ നമ്മൾ ജീവിതത്തിൽ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ വല്ല കാലത്തും ഒരു ഗാനമേള, ഒരു വെടിക്കെട്ട്, ഇന്തൂസിയാസമാണത്. നമുക്കൊരു വർദ്ധിച്ച സന്തോഷമാണ്. ഇതാണ് വികാരം. റൂമിനകത്തിരുന്ന ഡയലോഗ് വിടുന്നേ ഉള്ളൂ. ഇതാണ് വികാരം. ഇപ്പൊ അവിടുന്ന് തന്നെ വന്നു മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. മനുഷ്യരെ സന്തോഷിക്കണമെങ്കിൽ പല കാര്യങ്ങളുണ്ട്, വെടിക്കെട്ട് തന്നെ വേണമെന്നില്ല. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ പല നിയമങ്ങളുണ്ട്. ഇത് നിയന്ത്രിക്കാനായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. നിയമങ്ങൾക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പേപ്പറിൽ മാത്രം ഒതുങ്ങുന്നതാണ്, പലതും നടപ്പിലാവണില്ല. അപ്പൊ ഈ വെടിക്കെട്ടിന്റെ തന്നെയല്ല, എന്ത് നിയമമാണെങ്കിലും പലവരുടെ ഇഷ്ടം അനുസരിച്ച് മാറി മാറി വരും. അപ്പൊ നമ്മൾ ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അനുമതി ഉണ്ടാക്കുന്ന സ്ഥലത്താണ്, നിർമ്മിക്കുന്ന സ്ഥലത്താണ് കൂടുതൽ അപകടങ്ങൾ തന്നെ. അവിടെ കൃത്യമായ പരിശോധനകളും നിയമം പേപ്പറിൽ ഒതുങ്ങാതെ എല്ലാ പരിശോധനകളും കറക്റ്റായിട്ട് വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.